Assalamu alaikum warahmatullahi wabarakatuh. ഇൻഷാല്ലാ ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ടിസിപ്പൻറ്റിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മുഹമ്മദ് ഷിബിലി. എൻ്റെ വീട് ഇരുപത്തേങ്ങിൽ തന്നെ. മുഹമ്മദ് റാഷിദ്. മൻഷാദ്. ഇൻഷാല്ലാ അപ്പോൾ ലഹരിയിൽ തന്നെയാണ് നമ്മുടെ ടോപ്പിക്സ്. സോ ആത്യന്തികമായി ലഹരിയുടെ റെസ്പോൺസിബിൾ ആരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി അത് പല തരത്തിലാണ്. പല ആളുകളിലേക്ക് എടുത്തു നോക്കുമ്പോൾ പല വിദ്യാർത്ഥികളിലും പല ആളുകളിലാണ്. ഒന്നാമത്തെ മെയിൻ ആയിട്ട് നമുക്ക് പ്രതികൂട്ടിൽ നിർത്താൻ പറ്റുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഇവിടുത്തെ സർക്കാരുകളാണ്. ഒരു പരിധി വരെ അവരുടെ അശ്രദ്ധ മൂലമാണ് ഇന്ന് കേരള സർക്കാർ എന്നതിലുപരി ഇന്ത്യൻ കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ, അത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ അത് വലിയ രൂപത്തിൽ വീഴ്ച വരുന്നുണ്ട് എന്ന് ഈ അടുത്ത് വന്ന നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് വ്യക്തമായി കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് മാതാപിതാക്കൾ വേണ്ട പരിഗണന കൊടുക്കാത്തത് മൂലവും, അതേപോലെ കൂട്ടുകാര്, അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു ലഹരിയിലേക്ക് ഒരു വിദ്യാർത്ഥി പോകുന്നു എന്നതിന് പല രൂപത്തിലും പല വ്യക്തികളിലും പല രൂപത്തിലുമാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്കൊരു കൂട്ടുത്തരവാദിത്തമാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? റെസ്പോൺസിബിൾ എന്ന നിലക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി നുണയുന്നത് നമുക്കറിയാം ക്യാമ്പസുകളിലാണ്. പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ധാരാളം ലഹരി പ്രോസസ്സുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ സ്റ്റുഡൻസ് നിങ്ങളെന്താണ് ക്യാമ്പസ് ലഹരി മുക്തമാക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുക? അത് അപ്ലൈ ചെയ്യാവുന്ന ലെവലും കൂടി കൂട്ടി നിങ്ങളെങ്ങനെ അവതരിപ്പിക്കും? ഇപ്പോൾ പ്രധാനമായും നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് ഈ ലഹരി എത്തുന്നത് ഓരോ റാക്കറ്റുകൾ വഴിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ജനറേഷനെ ഓരോ വിധത്തിൽ തയ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇപ്പോൾ നമ്മുടെ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു വണ്ടി ഓസി അടിക്കലിലൊക്കെ തുടങ്ങിയിട്ടാണ്. അങ്ങനെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവർ നിരന്തരമായി ഇങ്ങനെ ബന്ധം സ്ഥാപിക്കലിലൂടെ പിന്നെ അവരുടെ ചങ്ങാതിമാരാവുകയും, ഇപ്പോൾ അടുത്ത് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ഒരാൾക്ക് തന്നെ പല സ്കൂളിലെയും യൂണിഫോമുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അദ്ദേഹം പല സ്കൂളുകളിൽ പല യൂണിഫോമുകളിലെത്തി അവിടുത്തെ കുട്ടികളിലേക്ക് ലഹരി വിതരണം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പസ് ഇടങ്ങളിൽ ലഹരി എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളത് നമ്മൾ കൂടുതലായും ഈ ക്യാമ്പസ് ഇടങ്ങളിൽ ഈ അധ്യാപകർ നല്ലവണ്ണം ഇതിൽ ശ്രദ്ധ വധിക്കേണ്ടതുണ്ട്. അധ്യാപകർ തന്നെ ശ്രദ്ധിച്ചാലും ലഹരിയുടെ ഉപയോഗം അത്ര അളവിൽ കുറക്കാൻ കഴിയില്ല. കാരണം ക്യാമ്പസ് ഇടങ്ങളിൽ നിന്ന് മറ്റു അച്ചടക്ക പരിപാടികളിൽ നിന്ന് വരെ നമുക്ക് കുട്ടികളെ പിടിക്കപ്പെടാത്ത വിധത്തിലാണ് നമ്മുടെ കൗമാരത്തിൻ്റെ വളർച്ചയുള്ളത്. അപ്പോൾ സ്വമേധയാ നമ്മൾ വീടങ്ങളിൽ നിന്ന് തുടങ്ങണം. കാരണം സ്വന്തം വിദ്യാർത്ഥികളുടെ ധാർമ്മികത ആദ്യം രൂപപ്പെടുത്തേണ്ടത് വീടകങ്ങളിൽ നിന്ന് തന്നെയാണ്. ആ വീടകങ്ങളിൽ നിന്നുള്ള ശിക്ഷണം പ്രധാനമായി ലഭിക്കുമ്പോഴാണ് അത് ക്യാമ്പസിലെത്തിയാലും തുടർന്നിങ്ങോട്ടുള്ള ഏത് ജീവിതത്തിലും ആ കുട്ടിയുടെ മുന്നോട്ട് പോക്കിനെ ലഹരി ആയാലും അല്ലാത്തതായാലും ഒക്കെ പ്രധാനമായും അതാണ് അവിടെ പ്രതിപാദിക്കേണ്ടി വരിക. നമുക്കറിയാം ധാരാളം കേസുകൾ നമ്മൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ലഹരിയെ ചെറുതാക്കി കാണുകയാണ്. ക്യാമ്പസിന് മുമ്പായി തന്നെ പ്രൈമറി സ്കൂളുകൾ മുതൽ തന്നെ നമുക്ക് ധാരാളം ചെറിയ കുട്ടികൾ ചെറിയ മിഠായികൾ പോലുള്ള ലഹരികൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണാം. പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാറുമില്ല. എങ്ങനെയാണ് ഇതൊരു കുടുംബത്തിൽ നിന്ന് ഇത് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു വിദ്യാർത്ഥി അവന് ഒരു ദിവസം 200 രൂപയിലധികം ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ 60% ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യത ഈ അടുത്ത് പുറത്തുനിന്നൊരു റിപ്പോർട്ടിൽ വായിച്ചു തോർക്കുകയാണ്. അതായത് ഒരു പ്രൈവറ്റ് സ്പേസ് ഈ അടുത്ത കാലങ്ങളിലായി കണ്ട് വന്നിട്ടുള്ള ഒരു തിയറിയാണ് പ്രൈവറ്റ് സ്പേസ്. അത് അവൻ്റെ പ്രൈവറ്റ് സ്പേസാണ്, അവിടെ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടും അങ്ങനെ ഓരോ ആളുകൾക്ക് ചങ്ങാത്തങ്ങൾ കൂടുക, അങ്ങനെ കൂടുതലായി കണ്ടും ഈ ലഹരിയിൽ വീണു പോകുന്ന ഈ ഒരു കൗമാരം അല്ലെങ്കിൽ ആ ഒരു പ്രവേശന ഘട്ടം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കാലഘട്ടമാണ്. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് ആണ് കൂടുതലായി കണ്ട് ഇത് കണ്ടുവരുന്നത്. കൂട്ടുകെട്ടുകൾ മാറുകയും മറ്റു ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പഠിക്കാനൊക്കെ പോകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്പേസ് അവൻ്റെ ഇടങ്ങളിൽ ഇടപെടാതിരിക്കുക, അവന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുന്നത്
അത് വളരെ അപകടമായിട്ടാണ് കാണുന്നത്. കാരണം മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് മേലിൽ ഒരു ശ്രദ്ധയില്ലാതെ പോകുന്നതാണ് ഇതിൻ്റെ മെയിനായി കാണുന്ന ഒരു കാരണമായി കണ്ട് നമുക്ക് കാണാനാവുക. എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളോടുള്ള നമ്മുടെ അജ്ഞമായ വിശ്വാസം, അന്ധമായ വിശ്വാസം പലപ്പോഴും ഇതിന് കാരണമാറുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾ നിലക്ക് നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ടതും, അതല്ലെങ്കിൽ അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാനുള്ള സാധ്യതയുമില്ലേ? നമ്മൾ അവരുടെ മെയിൻ ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ പോയി അവർ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടത് രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്കുണ്ട്. അവൻ്റെ ബാഗ്, അതേപോലെ തന്നെ അവൻ്റെ ഫാൻറ്, അതേപോലെ അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ബാഗ്, ഇത് കൃത്യമായിട്ട് ഒരു രക്ഷിതാവ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് അവൻ കൊണ്ടുവരുന്നത്, അതേ പ്രകാരം ഇനി വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതേപോലെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ് ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നത് എവിടെ നിന്നാണ് അന്വേഷിക്കുക. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ അതിനുള്ള പണം എവിടുന്ന് ലഭിച്ചു എന്ന് കൃത്യമായി അന്വേഷിക്കുക. കാരണം ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് മുന്നേ പറഞ്ഞൊരു സംഗതിയുണ്ട്, അത് SD സിംഗ് എന്ന് പറയുന്ന പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞൊരു റിപ്പോർട്ടാണ്. 200 രൂപയോ അതിലധികമോ ഒരു കുട്ടിക്ക് ലഭിച്ചാൽ അവൻ 60% അവൻ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് ചെയ്യേണ്ട മറ്റൊരു സംഗതി, ഈ ഉപയോഗിക്കുക എന്നതിലുപരി ഇത് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഇനി ഈ ഒരു കുട്ടിക്ക് പണം ലഭിച്ചില്ലെങ്കിൽ, ആ രക്ഷിതാവ് പണം കൊടുക്കുന്നില്ല എങ്കിൽ അവൻ പുതിയ റിപ്പോർട്ട് പ്രകാരം അവർ പല രൂപത്തിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു വാസ്തവമാണ്. പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്കറിയാം. പല കുട്ടികളും പല എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നവരാണ്. അവിടെ എക്കണോമിക്കലി ബാക്ക്വേർഡായ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ അവരുടെ പഠനം സപ്പോർട്ട് ചെയ്യാൻ പല രൂപത്തിലുള്ള ജോലികളും ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ നമ്മൾ അവിശ്വസിക്കുകയാണോ വേണ്ടത്? അല്ല, പ്രധാനമായിട്ടും ഇപ്പോൾ പണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് പണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഒരുപാട് കുട്ടികൾ കണക്ക് പ്രകാരം ഏജന്റുമാരായി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് നാടുകളിൽ എവിടെയും ലഹരി മാനുഫാക്ചറിങ് നടക്കുന്നില്ല. ഇത് ഏജന്റുമാർ മുഖേന ഇത് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു എന്നതാണ്. ഈ ഏജന്റുമാർ മുഖേന നമുക്ക് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കൊടുക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾ ഏജന്റുമാരായി പണം കണ്ടെത്തുന്നു എന്നുള്ളത് പുതിയ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് വിദ്യാർത്ഥികൾ കൂട്ടുനിന്ന് കൊടുത്തിട്ട് പണം ഉണ്ടാക്കുന്നു എന്നതും ഇതിൽ പുതിയൊരു വസ്തുത തന്നെയാണ്. നമ്മൾ കുട്ടികളെ പലപ്പോഴായി സോഷ്യൽ സ്റ്റിഗ്മയുടെ പേരിൽ ചാപ്പകുത്തൽ വരും. നമുക്കറിയാം, നമ്മുടെയൊക്കെ കാലത്ത് പല സമയത്തും കുട്ടികൾ പല ജോലിയും ചെയ്തുകൊണ്ട് സ്വന്തമായി ഫ്യൂച്ചർ പടുത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ ചെറിയൊരു സംഖ്യ ഉണ്ടാക്കി ജീവിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നാം അവരെ പല നേർക്കും അവൻ ഇങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കിയത്, അല്ലെ അങ്ങനെയാണെന്നൊക്കെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആ കുട്ടികളെ ബാധിച്ചാൽ ആ കുട്ടിയുടെ കരിയർ തന്നെ എത്രയോ നഷ്ടപ്പെടുന്ന കാലം, എത്രയോ കേസ് നമുക്കറിയാം. ലാസ്റ്റ് ആ കുട്ടികൾ കോൺവിക്റ്റഡ് ആയിട്ട് അവിടെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്, അല്ലേ, ലഹരിയുടെ പേരിൽ പിടിക്കപ്പെട്ടെ. അപ്പോൾ ഇതെല്ലാം നാം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ളൊരു സമുദായത്തെ? അത് നമ്മൾ കുട്ടികളെ ഒറ്റയടിക്ക് ഇങ്ങനെ അധിക്ഷേപിച്ച് ചാപ്പ കുത്തുകയല്ല വേണ്ടത്. നമ്മൾ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുമ്പോഴും അവർക്കൊരു പ്രത്യേകിച്ച് ഉപദേശിക്കും ഇഷ്ടമില്ലാത്ത പുതിയൊരു തലമുറയാണ്. അപ്പോൾ അവരോട് കൂട്ടുകൂടിയാണ്ട്, കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് നമ്മുടെ വീടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവർ പോയിരുന്നത് വരെ നമ്മളൊരു ക്വസ്റ്റ്യൻ മാസ്റ്റർ പോലെ ചോദ്യം ചോദിക്കാതെ അവരോടൊരു കൂട്ടുകൂടി വളരെ സൗഹാർദ്ദപരമായി നമ്മുടെ പുതിയ പഠനങ്ങളിലൊക്കെ അവരോട് ബോധവൽക്കരണം നിലനിൽക്ക് പറയുന്നത് അവരോട് അടുപ്പം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടങ്ങളിൽ നിന്നുള്ള സൗഹൃദങ്ങൾ കുറയുമ്പോഴാണ് അവർ മറ്റു സൗഹൃദങ്ങളൊക്കെ തേടിപ്പോകുമ്പോൾ, അങ്ങനെ ഈ സൗഹൃദങ്ങളിൽ പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കൂടുന്നത്. അങ്ങനെ മക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ തന്നെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുക വഴി അത് അവരിൽ നിന്ന് അവരുടെ അടുത്തുള്ള എല്ലാ വിഷയങ്ങളും കിട്ടാൻ നമുക്കറിയാം. ഏറ്റവും സുഹൃത്തിനോട് എല്ലാം പങ്കുവെക്കും. ഈ പങ്കുവെക്കലിലൂടെ അവരുടെ നീക്കുപോക്ക് എങ്ങനെയാണെന്നും അവരുടെ ജീവിത സാഹചര്യമാണ് എങ്ങനെയാണെന്നും കോളേജുകളിൽ എങ്ങനെയാണെന്നും നമുക്ക് വരാം. ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഈ പൈസ ഉണ്ടാക്കുന്നത് ഒരു തെറ്റൊന്നുമില്ല, പക്ഷേ ഇത്രയും കലുഷിതമായ സാഹചര്യത്തിൽ നമ്മൾ അവരെ ഒഴിച്ചിടുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അവരെ ഇത്തരം കെണികേടുകളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവരിത്തരം മുൾമുനയിൽ നിർത്തിയെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾ സേഫ് ആകണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ്.
മാതാപിതാക്കൾ അത് ചെയ്യുക. പ്രധാനമായും ലഹരിക്കുള്ള കാരണങ്ങൾ ചില കുട്ടികൾക്ക് ഇൻഹെറിറ്റൻസ് ആയി കിട്ടുന്നതായിരിക്കും അല്ലേ? ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അവരോട് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ നോക്കാൻ പറയുക? അപ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ നമുക്ക് ആ കുട്ടികളെ എങ്ങനെ മെൻറ്റർ ചെയ്യാം? ഇപ്പോൾ മാതാപിതാക്കളൊക്കെ ഇതിനുള്ള ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ആ വീട്ടിലെ വിദ്യാർത്ഥികളും ആ ഒരു ലഹരിയിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ കൂട്ടുകെട്ടുകൾ, മറ്റു മാനസിക വിഭ്രാന്തി, അതുപോലെ ആദ്യകാലങ്ങളിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് പിന്നീട് അത് ഒഴിവാക്കാൻ കഴിയാതെ വരികയും പിന്നീട് കൂടുതൽ കൂടുതൽ വലുത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് ഒരു ശീലമായി വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഉപദേശിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പാസ് ഔട്ടായി കഴിഞ്ഞ ഒരു സാധനമാണ്. ഉപദേശങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതൊക്കെ കൂടുതൽ അധ്യാപകരും കൂടി ഇതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു കാര്യമാണ്. സമൂഹ നിർമ്മിതിയിൽ ഗുരുവിനുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാർ ഇവരുടെ സാമൂഹിക പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലങ്ങളും അന്വേഷിച്ചുകൊണ്ട് ആ ഒരു കുട്ടിക്ക് എന്താണോ വേണ്ടത് ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടിയുടെ മനസ്സിനകത്തും ശരീരത്തിനുള്ളിലുമുള്ള ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ഒക്കെ വാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളുടെ നല്ലതിനെ എടുക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ മോശപ്പെട്ടതാണെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾ മോശപ്പെട്ടതാണെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ നല്ലൊരു ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുക, മുൻധാരണകളെ മാറ്റി വെക്കുക എന്നുള്ളത് കൂടി ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. സംഭവം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും സാമൂഹിക മാറ്റത്തിൻ്റെ ചാലകശക്തിയായിരുന്ന അധ്യാപകന്മാരാണ്. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ തന്നെ മദ്യപാനവും പുകവലി പോലുള്ള എല്ലാ വിഷയവും ചെയ്യുമ്പോൾ, പക്ഷേ ഈ കാലഘട്ടത്തിൽ അത്രത്തോളം അത് അപ്ലിക്കബിൾ ആണോ? ബിക്കോസ് നമുക്കറിയാം ഈ സമയത്ത് പൊതുവെ കുട്ടികൾ തന്നെ റിവെഞ്ച് ചെയ്യുന്ന കാലമാണ് ടീച്ചർമാരോട്. പ്രത്യേകിച്ച് സാമൂഹികമായ ഗവൺമെൻറ് നിയമങ്ങളും കുട്ടികളെ അടിക്കാനോ ഗുണദോഷിക്കുമ്പോൾ തന്നെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ആത്മാർത്ഥമായി സിൻസിയറായിട്ട് വല്ല ടീച്ചേഴ്സും അങ്ങനെ ഒരു മിഷനിലേക്ക് മുന്നോട്ട് വരുമോ? നമ്മൾ അങ്ങോട്ട് എന്താണോ നൽകുന്നത് അതാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ അങ്ങോട്ട് നൽകുന്നതിനെ ആണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുണ്ടാകുമ്പോൾ ആ ഒരു ടീച്ചർ ഇത്രയും കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം വളരെ റോങ് ആയിട്ട് നിലപാട് സ്വീകരിച്ച ഒരു അധ്യാപികയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിയുടെ പശ്ചാത്തലങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ പെട്ടെന്നുള്ള മാറ്റം അതൊരിക്കലും ഒരു വിദ്യാർത്ഥി മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്കൂളിൽ എന്തായാലും ഇപ്പോൾ റോങ് ആയിക്കാനുള്ള അധ്യാപകരല്ലല്ലോ കൂടുതലുണ്ടാവുക. കൂടുതലും ഈ ഇപ്പോൾ നിലവിലെ കാലഘട്ടത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സർക്കുലറുകളും അതുപോലെ എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അങ്ങനത്തെ അധ്യാപകന്മാരെ കൊണ്ട് ഇവരുടെ പശ്ചാത്തലങ്ങൾ അറിഞ്ഞതിന് ശേഷം അവരെ പിന്നീട് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ സമയത്തും പ്രശ്നങ്ങളും പ്രോബ്ലംസ് മാത്രമേ പറയാറുള്ളൂ. ഇതിന് പ്രാവർത്തികമായിട്ടുള്ള പരിഹാരങ്ങൾ അത് കുടുംബപരമാകട്ടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖേനയാകട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരമായിട്ട് നടത്താൻ സാധിക്കുന്ന സക്സസ്ഫുള്ളായി നടത്താൻ സാധിക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ മുൻപേ സൂചിപ്പിച്ച ഒരു പ്രകാരം നമ്മുടെ നാട്ടിൽ ലഹരി നിർമ്മിക്കുന്നില്ല. ഇപ്പോൾ ഈ ഇടയായിട്ട് കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ അവർ നടത്തിയ റെയ്ഡിൽ 4000 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്നുള്ള ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 4000 കിലോ അവർ പിടിച്ചെടുത്തതിൽ 30% അത് ഗുജറാത്തിൽ നിന്നാണ്. അങ്ങനെ ഗുജറാത്തിൽ റെയ്ഡ് നടത്തിയത് പ്രകാരം അവിടെ 3500 യൂണിറ്റ് ഫാക്ടറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ പറയുന്നത് മുദ്ര പോർട്ട് വഴി 3500 കൊക്കൈൻ അവിടുന്ന് ആ ഒരു പ്രകാരം അവർ നടത്തിയ റെയ്ഡിൽ അവർ പിടിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ്, അദാനിയാവട്ടെ അതല്ലെങ്കിൽ നരേന്ദ്രമോദി ആവട്ടെ, അവരുടെ സംസ്ഥാനമാണ് ഈ ഗുജറാത്തി എന്നുള്ളത്. ഈ ഗുജറാത്ത് എന്നുള്ള സംസ്ഥാനത്ത് ഇത്രയും അധികം മറ്റു രാജ്യങ്ങളിൽ നിന്നും കടൽ മാർഗം ഈ മുദ്ര പോർട്ടിലെത്തുന്നു, അത് രാജ്യത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ഇന്ന് ഈ ഒരു ഇന്ത്യയിൽ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുദ്ര പോർട്ടിൻ്റെ ഉടമസ്ഥത നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അദാനിയുടെ കൈകളിലാണ്. അപ്പോൾ അദാനി എന്ന് പറയുന്നത് ഈ ഒരു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഉറ്റ ചങ്ങാതിമാരാണ്, അത് ഞാനിവിടെ പറയേണ്ടതില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും അധികം ഈ ഒരു മയക്കുമരുന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ ഒരു അമിത്ഷാ, നരേന്ദ്രമോദി അതായത് ഇന്ത്യൻ ഗവൺമെന്റിനെ നമ്മൾ ഇവിടെ പ്രതിക്കൂട്ടിൽ ചേർക്കാം. അതായത് ഗുജറാത്തി എന്ന ഒരു സംസ്ഥാനത്തെ മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു രാജ്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇതിൻ്റെ നിയന്ത്രണം നടത്തുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്തെ 30% ലഹരിയെ നമുക്ക് ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ തുടങ്ങേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിൽ എത്രത്തോളം അശ്രദ്ധ പുലർത്തുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാർ, നമ്മളിപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരിധികളുണ്ട് എല്ലാ വിഷയത്തിലും. ഇപ്പം നമുക്ക് എത്രത്തോളം റെയ്ഡ് നടത്തിയാലും ഇതിൻ്റെ ഏജന്റുമാർ എല്ലാ സ്ഥലത്തും, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായ യൂണിഫോമുകളിൽ